നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപക്ഷെ കിച്ചൺ ചിന്തിക്കുമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന രണ്ട് ഏരിയകളാണ്. ഒന്ന് നമ്മുടെ ടി വി യൂണിറ്റ്, ലിവിങ്ങിനോട് ചേർന്ന് തന്നെയായിരിക്കും ടി വി യൂണിറ്റ്. പിന്നെ മറ്റൊന്ന് നമ്മുടെ വാർഡ്രോബുകൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതിയ വീട്ടിൽ ജോസ് ജീന ദമ്പതികളുടെ വീട്ടിലാണ്. തിരുവഞ്ചൂരാണ് സ്ഥലം. അപ്പോൾ അവരുടെ വീട്ടിലുള്ള ലിവിങ് റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടി വി യൂണിറ്റും അതുപോലെ തന്നെ ബെഡ്റൂമിലുള്ള വാർഡ്രോബുകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വാർഡ്രോബുകൾ സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ ടി വി യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. ലൈക്കും ഷെയറും എല്ലാം തന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിനുള്ളിലാണ്. മാസ്റ്റർ ബെഡ്റൂമിനുള്ളിലെ വാർഡ്രോബുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർമലി 8 അടി 8 ഫീറ്റ് ഹൈറ്റ് വന്നിരിക്കുന്നു, 2.15 വിഡ്ത്ത് വന്നിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബാണ്. 5 ഡോറുള്ള വാർഡ്രോബുകൾ. നമ്മൾ സാധാരണ ബെഡ്റൂമുകളിൽ എങ്ങനെ കട്ടിൽ ക്രമീകരിക്കുന്നു അതുപോലെ തന്നെ ക്രമീകരിക്കേണ്ട ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ വാർഡ്രോബുകളുടെ ഏരിയ എന്ന് പറയുന്നത്. സാധാരണ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല വീടുകളിലും ഇതിനായിട്ടൊരു സ്പേസ് ഒരുക്കിയിട്ടുണ്ടാകത്തില്ല. ചില സ്ഥലങ്ങളിൽ അതിനായിട്ട് തന്നെ സ്പേസ് ചെയ്തിട്ടുണ്ടാകും. അത് നമ്മുടെ ഭിത്തിക്കുള്ളിലോട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടാകും. നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലിങ്ങിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ 5 ഡോറുകൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. മുകളിലേക്ക് വരുമ്പോഴേക്കും 5 ഡോറുകൾ, അതൊരു സ്റ്റോറേജ് സ്പേസ് പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ 8 ഫീറ്റ് അല്ലെ 7 ഫീറ്റാണ് സാധാരണ ഒരു വാർഡ്രോബുകളുടെ വലിപ്പം എന്ന് പറയുന്നത്. ഈ ഒരു വാർഡ്രോബിൽ സ്പെസിഫിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ടൈലിൻ്റെ കളർ ഏതാണോ ആ ടൈലിൻ്റെ കളറിനോട് മാച്ച് ചെയ്യത്തക്ക രീതിയിൽ, ടൈലിൻ്റെ കളർ വൈറ്റ് ആയതുകൊണ്ട് ഇതിനൊരു ഡാർക്ക് കളർ കൊടുത്തിരിക്കുന്നു എന്നുള്ളൂ. ലാമിനേറ്റാണ് വന്നിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മറൈൻ പ്ലൈവുഡാണ്. മറൈൻ പ്ലൈവുഡ് തന്നെ ഏറ്റവും കൂടിയ 710 ഫുൾ ഗർജൻ ഷീറ്റാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ മോയ്സ്ചറുള്ള ഏരിയ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പടി ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തണുപ്പ് വരുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് 100% യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ 710 ഫുൾ ഗർജൻ മറൈൻ പ്ലൈവുഡാണ്. ബാക്ക് സൈഡിൽ PVC ബോർഡ് വെച്ച് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലോട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് ലാമിനേറ്റ്സ് ചെയ്തിരിക്കുന്നത് ഏതെന്ന് വെച്ചാൽ വാൾനട്ടാണ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടെ ഒരു സ്റ്റീൽ ബീഡിങ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹാൻഡിലുകളെല്ലാം തന്നെ നമ്മുടെ നോർമലിയുള്ള 304 ഹാൻഡിലുകൾ, അതായത് GI ഹാൻഡിലുകൾ നമ്മൾ ചെയ്തിരിക്കുന്നു. ഈ സൈഡിൽ നമ്മൾ ഇൻസൈഡ് ചിപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എഡ്ജ് ബാൻഡുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3, 4 സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ പറ്റും. നടുക്ക് നമ്മളൊരു ലോക്കർ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ വൈറ്റ് കളർ ലാമിനേഷൻ നമ്മൾ കൊടുക്കുന്നു. വൈറ്റ് കളർ ലൈനർ ലാമിനേഷനാണ് വൈറ്റ് കളർ വരിക. അതുപോലെ തന്നെ ഹിഞ്ചസ് ഉണ്ട്, ലോക്സ് എല്ലാം കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഇതിനും നമ്മൾ ഒന്ന് വലിച്ച് ഇങ്ങോട്ട് എടുക്കാൻ പാകത്തിന് ഹാൻഡിലുകളെല്ലാം GI ഹാൻഡിലുകളാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ലാമിനേറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും പലരും ചോദിക്കാറുണ്ട് ഉള്ളിൽ എന്തുകൊണ്ട് വൈറ്റ് ലൈനർ ലാമിനേറ്റ് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത്. പുറത്തുള്ള ലാമിനേറ്റ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഈ ഒരു ലാമിനേറ്റിൻ്റെ റേറ്റ് ഏകദേശം 1200 തൊട്ട് 1800 വരെയുള്ള റേറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ലൈനർ ലാമിനേറ്റ് നമുക്ക് മാക്സിമം 500 to 600 റേറ്റ് വരത്തുള്ളൂ. ഒന്ന്, നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു പ്രധാന കാര്യം. 2, കോസ്റ്റ് കുറയുമ്പോൾ ക്വാളിറ്റി കുറയുന്നു എന്ന് വിശ്വസിക്കരുത്. ലൈനർ ലാമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർപ്പസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഉള്ളിലൊരു വൈറ്റ് ഷെയ്ഡിൽ ഇരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഒരു വൃത്തിയായിട്ടുള്ള ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ബാക്ക് സൈഡിൽ ഈ ഒരു ഏരിയ നമ്മൾ ചെയ്തിരിക്കുന്നത് PVC ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 6 mm PVC വെച്ച് വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീൽ ബീഡിംഗ് ആണ്, പൊഴിച്ച് ചെയ്തിരിക്കുന്ന സ്റ്റീൽ ബീഡിംഗ് ആണ് വന്നിരിക്കുന്നത്. ഉള്ളിൽ ഈ ഒരു ഞാനിപ്പോൾ ഇത് തുറന്ന് കാണിച്ചു എന്നുള്ളൂ, ബാക്കി എല്ലായിടത്തും നമുക്ക് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതിനോട് സമാനമായിട്ടുള്ള ഈ ഒരു ലോക്കർ മാത്രമില്ല, ബാക്കിയെല്ലാം ഇതിനോട് സമാനമായിട്ടുള്ള ഏരിയയാണ് ബാക്കി എല്ലായിടത്തും തന്നെ വന്നിരിക്കുന്നത്. 7 അല്ലെ 8 ഫീറ്റാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ പറഞ്ഞ വാർഡ്രോബുകളെല്ലാം ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ നമ്മളിപ്പോൾ 8 ഫീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് 5 ഹിഞ്ചസാണ് നമ്മൾ ആകെ കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും 8 അല്ലെ 7 ഫീറ്റ് ചെയ്യാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ ബെൻഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 8 ഫീറ്റ് ഹൈറ്റ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 2.15 വരെ ആയിരിക്കണം, അല്ല 2.10 എന്നുള്ള കണക്കിലും കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിലാണ് ഈ ബെൻഡ് വരുന്നത്.
വെൻറ്റ് വരാതിരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ഭംഗിയായിട്ട് അടച്ചു വയ്ക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കളർ കോമ്പിനേഷൻ ശ്രദ്ധിക്കേണ്ടതാണ്. ടൈലിനോട് ആ ഒരു വൈറ്റ് ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. വാർഡ്രോബുകൾ ചെയ്യുമ്പോഴേക്കും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ലൈഡിങ് ഡോറുകൾ ചെയ്യാൻ പാടില്ല എന്ന്. അതിൽ നമ്മളിപ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഡോറുകൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇനി അതല്ല, നമുക്കിപ്പോൾ സ്പേഷ്യസ് അല്ല എന്ന് വിചാരിക്കുക, കയറി വരുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, ഡോർ തുറക്കുമ്പോഴത്തേക്ക് ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ട്, അല്ലാതെ നമുക്കൊരു സ്പേഷ്യസ് അല്ലാത്ത ഏരിയ ആണെന്നുണ്ടെങ്കിൽ സ്ലൈഡിങ് ഡോറുകൾ ചെയ്യാം. പക്ഷേ സ്ലൈഡിങ് ഡോറുകൾ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അത്ര ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് കംപ്ലയിൻറ്റ് ഉണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യാൻ നാളെ വരുമൊന്നുമില്ല, പക്ഷേ ഒരു 1-2 വർഷം കഴിയുമ്പോൾ കംപ്ലയിൻറ്റുകളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് സ്ലൈഡിങ് ഡോർ ഒഴിവാക്കി ഓപ്പൺ ചെയ്യാൻ പറയുന്നത്. നോർമലി ഇതിന് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ യൂണിറ്റ് ഫുള്ള് മറൈൻ പ്ലൈവുഡാണ്. അത് ഫുൾ ഗർജനാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതല്ല, നമ്മൾ ഡോറുകൾ ചെയ്യുമ്പോൾ MDFോ HDFോ നമുക്ക് ഉപയോഗിക്കാം. കാര്യം അതും ബെൻഡ് വരാത്ത പ്രോഡക്റ്റാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ ബെൻഡ് വരാത്ത പ്രോഡക്റ്റാണ്, നമ്മൾക്കതും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർ ലാമിനേഷൻ ചെയ്യുന്നതിന് പകരം കളറുകൾ യൂസ് ചെയ്യാറുണ്ട്, പൊട്ടിയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ 16 mm പ്ലൈവുഡിൽ ലാമിനേറ്റ് ഒട്ടിച്ച് ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നോക്കാം. ഇത് നമ്മുടെ കസ്റ്റമർ, ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ജോസിയേട്ടൻ, അദ്ദേഹം മെറ്റീരിയൽസ് എല്ലാം എടുത്തു കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അദ്ദേഹം തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 80,000 റുപ്പീസാണ് മൊത്തം വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈ ഒരു പ്രോഡക്റ്റിന് മുഴുവനായിരിക്കുന്നത്. അതായത് പണിക്കൂലി, ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു റേറ്റാണ് ഞാൻ പറയുന്നത്. ഈ ഒരു വാർഡ്രോബിന് ഫുള്ളായിട്ട് 80,000 റുപ്പീസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ TV യൂണിറ്റിന് മുന്നിലാണ്. TV യൂണിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ട് സംഗതി, അതിലേറ്റവും പ്രധാനമായിട്ട് TV ആയതുകൊണ്ട് തന്നെ ഈ ഒരു കളറുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന TV യൂണിറ്റ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ TVയുടെ കളർ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അതിനോട് ഏകദേശം സമാനമായിട്ട് നിൽക്കുന്ന ഒരു കളറ് നമ്മൾ താഴെ വാർഡ്രോബിന് കണ്ട അമേരിക്കൻ വാൾനട്ടിൻ്റെ കളറാണ് ലാമിനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. TV സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റൂമിന് എത്രമാത്രം വലിപ്പമുണ്ടോ ഏകദേശം ആ ഒരു വലിപ്പത്തിന് സമാനമായിട്ടുള്ള ഒരു ചെറിയ റൂമൊക്കെയാണെങ്കിൽ നമുക്ക് 40 ഇഞ്ചിൻ്റെ TV തൊട്ട് നമുക്ക് ലഭ്യമാണ്. അങ്ങനെയുള്ള TV തിരഞ്ഞെടുക്കുക. ഇതിലിപ്പോൾ ഈ LED യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 55 ഇഞ്ച് വലിപ്പമുള്ള LED TV ആണ്. ഈ റൂം അത്യാവശ്യം വലിപ്പമുണ്ട്. ഏകദേശം 55 60 ഇഞ്ചിൻ്റെ TV വെക്കത്തക്ക രീതിയിൽ വലിപ്പമുള്ള ഒരു ഹാളായതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ആപ്റ്റായിട്ടാണ് ഇതും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ യൂണിറ്റിലോട്ട് വരാം. യൂണിറ്റ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പ്ലൈവുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലൈവുഡിൽ 710 BWP ഫുൾ മറൈൻ, ഫുൾ ഗർജൻ എന്ന് പറയുന്ന പ്ലൈവുഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ പ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് ഈ സൈഡ് തൊട്ട് ഇവിടുന്ന് തുടങ്ങി ആ സൈഡ് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മഞ്ഞ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നോർമലി സ്പോട്ട് ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, സ്പോട്ട് ലൈറ്റുകളെല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ആ ലൈറ്റ് വീഴുന്നത് കാണാൻ പറ്റും. അതായത് ടിവിയിലോട്ട് വീഴത്തില്ല, ബാക്കി നമ്മുടെ ഈ ബോർഡറിലോട്ട് വീഴത്തക്ക രീതിയിലാണ് സ്പോട്ട് ലൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 4 ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൂരെ നിന്ന് നിങ്ങൾക്ക് ആ ഫ്രെയിമിൽ തന്നെ വളരെ ഭംഗി തോന്നിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെയും ചെയ്തിരിക്കുന്നു, ഒരു 4 ബോക്സായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മുടെ BWP 710 പ്ലൈവുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മേളിൽ നമ്മൾ ലാമിനേഷൻ ചെയ്തിരിക്കുന്നു. താഴെ ഈ ബോർഡ് ചെയ്തിരിക്കുന്നതും ഈ പറഞ്ഞതുപോലുള്ള മെറ്റീരിയൽ തന്നെയാണ്. അതിൻ്റെ താഴെ വന്നിരിക്കുന്നത് കബോർഡുകൾ 2 സൈഡിലായിട്ട് തുറക്കാൻ പറ്റുന്ന, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കബോർഡുകൾ ചെയ്തിരിക്കുന്നു. ഈ ഒരു 2 സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് വലിച്ചു തുറക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് 2 ബോക്സുകൾ അങ്ങനെയും ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് നോർമലി എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ താഴെ വയ്ക്കാം. അതും ഇതൊരു യൂഷ്വലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് വെച്ച് അങ്ങനെ സൂക്ഷിക്കാൻ പാകത്തിന് ചെയ്തിരിക്കുന്നതല്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഏരിയയാണ് ഈ പറഞ്ഞ TV യൂണിറ്റിൻ്റെ ബാക്കിയുള്ള ഏരിയകൾ എന്ന് പറയുന്നത്. ഇനി TV യൂണിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് മുന്നേ സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞു, അത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അതായത് ഈ മുകൾ ഭാഗത്തുനിന്ന് സ്പോട്ട് ലൈറ്റുകൾ ഒരിക്കലും ചെയ്യാതിരിക്കുക, അത് നമ്മുടെ TVയിൽ ഗ്ലെയർ അടിക്കുന്നതിന് കാരണമാകും. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ TV യൂണിറ്റുകൾ നമ്മുടെ വീടിൻ്റെ ഭാഗമായിട്ട് വലിയ ഒരു കാലമായിട്ടില്ല. ഒരു കാലത്ത് ഞാൻ ഇച്ചിരി മുന്നേ വാർഡ്രോബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ TV യൂണിറ്റുകൾക്ക് പ്രത്യേകം സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ ലിവിങ് ഏരിയയിൽ പാർട്ടീഷൻ ചെയ്യുന്ന സ്ഥലത്ത് TV യൂണിറ്റുകൾ ആൾക്കാർ വെക്കാറുണ്ട്. അതൊക്കെ ഒരുപക്ഷെ പ്ലാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതലും TV യൂണിറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു ഏരിയ അതിനായിട്ട് മാത്രം ഒഴിവാക്കിയിട്ടിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു.
അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ എപ്പോഴും ക്വാളിറ്റി മെറ്റീരിയൽ, അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രോഡക്റ്റ് നമ്മളിവിടെ ഹാങ് ചെയ്യുന്നതാണ്. ഇതിപ്പം ഇതിൽ വെച്ചിരിക്കുന്നതെന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടാൻ പാകത്തിനാണ് ഈ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ചെയ്തില്ലായിരുന്നു, നമുക്ക് നാളെ ഒരു അവസരത്തിൽ ഇത് മാറി ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത്രയും മികച്ച പ്രോഡക്റ്റ് ഇവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ PVC 6 mm PVC ചെയ്തിരിക്കുന്നു. അതിന് മുകളിലോട്ടാണ് ഈ യൂണിറ്റ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 16 mm പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്ത് അവിടെ എങ്ങനെ പ്രസ് ചെയ്ത് ഇത് നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. 6 mm പ്ലൈവുഡാണ്, രണ്ടെണ്ണോട് ഒരുമിച്ച് ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ബാക്കി ഈ ഏരിയയിലും ചെയ്തിരിക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഈ TV യൂണിറ്റിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇനി ഈ യൂണിറ്റിന് നമ്മളിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ചെയ്താലും കുറച്ച് മുന്നേ ഞാൻ വാർഡ്രോബിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതിനും ഒരു പ്രൈസ് ഉണ്ടാവും. ഇതും നമ്മുടെ കസ്റ്റമർ ജോസേട്ടൻ കൊടുത്ത് ചെയ്തിരിക്കുന്നത്. എല്ലാ മെറ്റീരിയൽസും പുള്ളി എടുത്തിട്ട് അതിന് ശേഷം വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ടോട്ടൽ ആയിരിക്കുന്ന കോസ്റ്റ് നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റും എല്ലാം കൂടെ ചേർത്ത് വർക്കിംഗ് കോസ്റ്റും എല്ലാം കൂടെ ചേർത്ത് 30,000 റുപ്പീസാണ് ഈ ഒരു യൂണിറ്റിന് ഫുള്ളായിട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ഒരു വാർഡ്രോബ് യൂണിറ്റും അതുപോലെ തന്നെ TV യൂണിറ്റുമാണ്. ഇത് രണ്ടും നമുക്കിന്ന് എടുക്കാനായിട്ട് നമ്മൾക്ക് ഈ ഒരു TV യൂണിറ്റും വാർഡ്രോബ് യൂണിറ്റും തന്നത് നമ്മുടെ ജോസിയേട്ടനും ജീന ചേച്ചിയാണ്. അവർക്ക് രണ്ടുപേർക്കും എൻ്റെ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും നമ്മുടെ ചാനലിലൂടെ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ആക്കിയേക്കുക. ലൈക്കും ഷെയറും എല്ലാം തന്ന് പ്രോത്സാഹിപ്പിക്കുക. കമൻറ്റ് ബോക്സുകൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും സജഷൻസ് ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ എന്തെങ്കിലും അവിടെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ FB Instagram പേജുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള മികച്ച വീഡിയോസ് വരും. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് നമ്മുടെ ഇന്ധനം. അപ്പോൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.